ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്സ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സിനെ കുറിച്ച് ഇപ്പോൾ ഒരുവിധം കേരളത്തിലുള്ള എല്ലാവർക്കും ഏകദേശം അറിയാം. അതിന് 900 വെറൈറ്റികളും ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ റെഡ്, വൈറ്റ്, വിയറ്റ്നാം വൈറ്റ്, അതേപോലെ തന്നെ മലേഷ്യൻ റെഡ്, അല്ലെങ്കിൽ അമേരിക്കൻ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിലും ഈ റെഡിനെ നമുക്ക് അതിൻ്റെ സൈസിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോക്കറ്റുകൾ ഇങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. സാധനമൊക്കെ ഒന്ന് തന്നെയാണ്. മെക്സിക്കൻ റെഡ് ആണെങ്കിലും അമേരിക്കൻ ബ്യൂട്ടി ആണെങ്കിലും മലേഷ്യൻ റെഡ് ആണെങ്കിലും ഒക്കെ വെറൈറ്റികൾ ഓരോ രാജ്യത്തിൻ്റെ പേര് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതെല്ലാം അതിൻ്റെ ഓതറൈസേഷൻ ഒന്നും ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു റെഡ് ഡ്രാഗൺ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഒരു മഞ്ഞ ഡ്രാഗൺ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഡ്രാഗൺ വാങ്ങി വെക്കുക. വൈറ്റിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ സ്വീറ്റ്നെസ് കൂടുതലാണ് നമ്മൾ റെഡിന്. വൈറ്റിന് ചെറിയൊരു പുളിമധുരമാണ് എൻ്റെ ഒരു ഫീലിങ്ങിലുള്ളത്. പിന്നെ വിദേശത്തൊക്കെ നമുക്ക് അറിയാം, അവിടെ വൈറ്റാണ് കൂടുതൽ കിട്ടുക. വിയറ്റ്നാമിൽ നിന്നാണ് അത് വരുന്നത്. ചൈനയിൽ നിന്ന്, വിയറ്റ്നാമിൽ നിന്ന്, മലേഷ്യയിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അവിടെ വൈറ്റ് ആയിരുന്നു കൂടുതൽ. ഇപ്പോൾ മാത്രമാണ് ഈ റെഡിലേക്ക് ഒരു 6 വർഷം 7 വർഷമൊക്കെ മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അത് നമ്മൾ ഒരിക്കൽ കഴിച്ചവരാരും വീണ്ടും കഴിക്കാറില്ല ആ സാധനം. പിന്നെ അതിങ്ങനെ മാർക്കറ്റിൽ ഒരു ഡെക്കറേറ്റീവ് അല്ലെങ്കിൽ ഒരു ഗാർണിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ ടോപ്പ് അലങ്കരിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുക, കഴിക്കാനല്ല. കാരണം വലിയ ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബെനിഫിറ്റ് ഒരുപാടാണ്. പ്രത്യേകിച്ച് ഡൈജഷൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക്, അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നന്നായിട്ട് ഫൈബർ ഉള്ളൊരു ഫ്രൂട്ടാണ്. അപ്പം നമുക്ക് ദഹനത്തിൻ്റെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിച്ചതിൻ്റെ ശേഷം ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു പകുതി കഴിച്ച് കിടന്നാൽ തന്നെ രാവിലെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്, സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ തെളിവൊന്നും എൻ്റെ അടുത്തില്ല, എൻ്റെ ഒരു ഫീലിംഗ്. പിന്നെ അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താലേ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് തന്നെ, ഒരു വീട്ടിൽ സ്ഥലം ഇല്ലാത്തവർക്ക്, ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ള എൻ്റെ ബാൽക്കണിയിലാണ്. വീട്ടിൻ്റെ ബാൽക്കണിയിൽ സാധാരണ ഇത് കാലൊക്കെ കൊടുത്ത് അംബ്രല്ല ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ അതൊക്കെ ചിലവർക്ക് സ്ഥലം ഇല്ലാത്തവർക്ക്, നമുക്ക് വീടിൻ്റെ ടെറസിൽ ആർക്കും സ്ഥലം ഇല്ലാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 1, 2, 3 ബക്കറ്റിൽ ഇതിൻ്റെ കമ്പുകൾ വെച്ച് തൈകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് വളർത്തിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് കൂടെയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം, അണ്ണാന് പകുതി തിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ മുകളിലേക്കുള്ളത് പകുതി അവർ തിന്ന് കഴിഞ്ഞ്. കാരണം ഞാൻ 2-3 ദിവസം കുറച്ച് തിരക്കായിരുന്നു. ഇതിൻ്റെ മേലേക്ക് കയറാനോ പൊട്ടിക്കാനോ ഒന്നിനും ഒരു സമയമില്ലാത്ത കസ്റ്റമറും, തിരുവനന്തപുരം ലോഡിങ്, കണ്ണൂർ ലോഡിങ്, പിന്നെ കസ്റ്റമർ ഇവരൊക്കെ കൂടായിട്ട് മംഗലാപുരത്ത് നിന്ന് കസ്റ്റമർ ഇവരൊക്കെ വന്ന് നമുക്ക് വളരെ ബിസി ആയിരുന്നു. ഒരു 3-4 ദിവസം ഇതിന് മേലേക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 1-2 എന്നല്ല, 4-5 ഇപ്പോൾ ഇവർ അണ്ണാന് തിന്നു പോയിക്കണം. നമുക്കിനി ഇത് അവർ തിന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് വിളവെടുക്കണം. പിന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള ഒരു തട്ടിപ്പാണ് ഇത്. 400 ഗ്രാമാണ് ഈ ഐറ്റം. മലേഷ്യയാണ്, അത് 500 ഗ്രാം ഉണ്ടാവും. വേറൊരു ഐറ്റം അത് ഉഗാണ്ടയാണ്, സിഗാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ വെറുതെയാണ്. ഇപ്പം നിങ്ങൾ കണ്ട ഏകദേശം 900-800 ഗ്രാമുള്ള അതിൻ്റെ തൂക്കെടുത്തിട്ട് പറഞ്ഞുതരാം. ആ മരത്തിമ തന്നെയാണ്, അതിമ തന്നെ കായ്ച്ചതാണിത്. 100 ഗ്രാം, 100 ഗ്രാമിൻ്റെ ഉണ്ടാവും, 200 ഗ്രാമിൻ്റെ ഉണ്ടാവും, 300 ഗ്രാമിൻ്റെ ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്ന ഫുഡിനും ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഒരിക്കലും ആ ഇനത്തിനെ അങ്ങനെ എല്ലാം ഒരേ സൈസ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതൊക്കെ നമ്മളെ പോക്കറ്റ് കാലിയാക്കാൻ വേണ്ടിയിട്ട് ആ ഇനാണ് ഇത്, ഈ ഇനാണെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നതാണ്. ഇത് 500 ഗ്രാമാണ്, ഇത് 600 ഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ഒരു റെഡ് ഡ്രാഗന് വാങ്ങി വെച്ചോളൂ. അതിൽ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും. മലേഷ്യ ആയാലും അതിമ തന്നെ ഉണ്ടാവും, സിംഗപ്പൂരും അതിമ തന്നെ ഉണ്ടാവും, പിന്നെ അമേരിക്ക അതിൽ തന്നെ ഉണ്ടാവും, ഒക്കെ അതിമ തന്നെ ഉണ്ടാവും. എന്താ അതിൻ്റെ ഭംഗി കാണാല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം.
പിന്നെ ഇവിടെ നമുക്ക് വന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇപ്പോൾ ഞാൻ താഴെയുള്ളതിമൊന്ന് മുറിച്ചിട്ടാണ് കൊടുക്കാറ്. അവരിപ്പോൾ നമുക്ക് കണ്ട് കയറ്റി കൊണ്ടുവരാനൊന്നും എന്താ അതിൻ്റെ കളറ് അല്ലേ. ഇതിപ്പോൾ നമ്മളെ വീട്ടിലല്ല, വേറെ അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങിയൊരു സാധനമാണെങ്കിൽ നമ്മളെ നിരൂപകർ പറയും ഇത് ഇഞ്ചക്ഷൻ ചെയ്ത് കൊണ്ടുവന്നതാണ്, കളറ് കയറ്റി കൊണ്ടുവന്നതാണ്, അത് കഴിക്കരുത് മക്കളെ, അങ്ങനെയാണ്, ആനാണ്, തോട്ടിയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് നാച്ചുറൽ കളറാണ്, ഉണ്ടല്ലേ. രക്ഷയില്ല. ഏത് ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടാത്തവനും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഈ വെറൈറ്റി തന്നെ റെഡിൽ മധുരമുള്ള വെറൈറ്റി കടയിൽ നിന്ന് യൂറിയ ഇട്ട് കൃഷി ചെയ്ത് വലുതാക്കി കൊണ്ടുവന്നാൽ ഒരിക്കലും മധുരം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അയ്യോ ഇന്ന് പെണ്ണുങ്ങളടുത്ത് പണി കിട്ടും, യൂറിയ രാസവളങ്ങൾ കഴിയുന്നതും ഇതിന് ഒഴിവാക്കുക. ജൈവവളത്തിൽ കൃഷി ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ്, നമ്മൾ ചാണകം കോഴി കാഷ്ടം ഇട്ട് കൊടുത്തിട്ട് കടലപ്പിണ്ണാക്കമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒരിക്കലും നമ്മൾ രാസവളത്തിൽ നിന്ന് ഇട്ട് കൊടുത്താൽ കിട്ടുന്നില്ല. അതിൻ്റെ ഷുഗർ ഇറങ്ങി പോവുകയാണ്. നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇത് നടക്കില്ല, രണ്ടും ഓപ്പോസിറ്റാണ്. കൊമേഴ്ഷ്യലായിട്ട് വിപണിയിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൃഷി ചെയ്യണമെങ്കിൽ ഒരിക്കലും ജൈവവളം ഉപയോഗിക്കരുത്. ജൈവവളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ കണ്ടൻറ്റ് കൂടും, അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയും. ഒരു 3-4 ദിവസം ഏറി വന്നാൽ അത് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിങ്ങനെ ചുളിഞ്ഞ് വരും. അതിൻ്റെ ഷുഗർ കൂടുന്തോറും അത് അളിഞ്ഞ് ഇല്ല, നമുക്ക് വിപണിയിൽ വിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്നവർ കുറച്ച് രാസവളം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുക, യൂറിയ ഒക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുക, എന്നാലേ തൂക്കം കിട്ടുള്ളൂ കായ്ക്ക്. നമ്മൾ സ്വന്തം വീട്ടിലേക്കൊക്കെ കൃഷി ചെയ്യുന്നവർ ഒരിക്കലും രാസവളം ഉപയോഗിക്കാതിരിക്കുക, 100% ജൈവവളത്തിൽ തന്നെ ഉപയോഗിക്കുക. സൂക്കടുകൾ വന്നാൽ ഫംഗസ് കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മാത്രം കോപ്രോക്സി ക്ലോറൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാതെ അതിന് വേറെ മരുന്നുകളൊന്നും ഏൽക്കൂല. കാരണം നമ്മളെ തൈ നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫംഗസുകൾ മാറ്റാം. നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കട്ടിങ് എടുക്കുന്നത് ഒരിക്കൽ ഫ്രൂട്ട് ഉണ്ടായ തൈകളിൽ നിന്നുണ്ടായ കമ്പുകൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ബഡ്സ്, ഇതിൻ്റെ മൊട്ട് എന്ന് പറയാം. ഇത് വിരിഞ്ഞിട്ടാണ് ഇതേപോലെ പൂവായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിന് പോളിനേഷന് മസ്റ്റാണ്. അപ്പോൾ സെൽഫ് പോളിനേഷനാണ് ഇത് ചെയ്യാറ് സാധാരണ. ആൺബീജും രണ്ട് ബീജങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈയായിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ, ജസ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് അമർത്തി ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ പോളിനേഷൻ നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 99% ഡ്രാഗൺ ഫ്രൂട്ടുകൾക്കും അത് സെൽഫ് പോളിനേഷനാണ്. പിന്നെ അല്ലാത്തത് മാത്രമേ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. ചില വെറൈറ്റികൾ, പുതിയ വെറൈറ്റികളൊക്കെ വരുന്നുണ്ട്. പിന്നെ അധികം പരിചയമില്ലാത്ത ഏരിയകൾ, നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെക്കുന്ന ഏരിയകളിൽ അവിടുത്തെ പ്രാണികൾക്ക് ചിലപ്പോൾ അതിനായിട്ട് വലിയൊരു പരിചയം ഉണ്ടാവില്ല. അവർ ആ ഫ്ലവർ കണ്ടാൽ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. അപ്പോൾ അതൊന്ന് ആയി വരുന്നവരെ ചിലൊരു പ്രയാസം ഉണ്ടാവും. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഒരുവിധം പ്രാണികൾക്കൊക്കെ അതിനെ അറിയാൻ പറ്റും, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. സാധാരണ ഒരു ബഡ്സ് മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരു സൂക്കടാണ് ഇതിൽ കാണാറുള്ളത്. അത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡിഫിഷ്യൻസിയാണ്. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡിഫിഷ്യൻസിയിൽ കൊഴിഞ്ഞു പോവാറുണ്ട്. രണ്ടാമത്തത് തൈ വെച്ചിട്ട് പ്രായപൂർത്തി ആവാത്തത്. ഏകദേശം ഒരു കമ്പ് വെച്ച് 18 മാസം ഏപ്രിലിൻ്റെ മുന്നേ തേഞ്ഞ തൈകൾക്കാണ് നല്ലൊരു കായ്ഫലം കിട്ടുക. അപ്പോൾ തൈകൾ 18 മാസം പൂർത്തിയായിക്കണമെന്നുള്ളത് ചെക്ക് ചെയ്യുക നമ്മൾ വെച്ചിട്ട്. അതും ഏപ്രിലാണ് ഇതിൻ്റെ സീസൺ തുടങ്ങുന്നത്. ഏപ്രിൽ ടു ആഗസ്റ്റ് ആണ് ഇതിൻ്റെ സീസണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് പൊട്ടിച്ചാണ്. ഒരു തലക്ക് ഫ്രൂട്ടാണ്, ഒരു തലക്കൽ ഫ്ലവറാണ്, പുതിയ ബഡ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാകാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കമ്പുകൾ എടുക്കുമ്പോൾ എപ്പോഴും ഇതേപോലുള്ള ഉണ്ടായ കമ്പുകളിൽ നിന്ന് വേണം തൈകൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് മണ്ണിലൊന്നും ഇങ്ങനെ ജസ്റ്റ് കുത്തി വെച്ചാൽ മതി, ഒരു സപ്പോർട്ട് കൊടുക്കുക. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളത് കട്ട് ചെയ്തതിൻ്റെ ശേഷം ചെറിയ മുള്ളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ വെക്കുന്ന സൈഡ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത ഭാഗം അടിയിലേക്കാണ് വരേണ്ടത്. പിന്നെ
നമ്മൾ എത്ര വലിയ തൈ വെച്ചിട്ടും കാര്യമില്ല, ഇത് എന്തായാലും ഒന്നാകെ വളർന്നു പോവില്ല. അപ്പോൾ ഇതിൻ്റെ ഹാഫായാലും മതി. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഷൂട്ടുകളാണ് മുകളിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ഷാർപ്പാക്കി കൊടുക്കുക. എന്നതിൻ്റെ ശേഷം നമ്മൾ ഈർപ്പുള്ള മണ്ണായിരിക്കണം, വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും പാടില്ല. വെള്ളം വാർന്നു പോകുന്ന നല്ല മണ്ണായിരിക്കണം. നമ്മളത് 40 മിക്സ് ആയിരിക്കണം ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചാണകവും മണ്ണും കൂടെ സമാസമം മിക്സ് ആക്കിയാലും മതി. അപ്പോൾ വെള്ളം ഒരിക്കലും കെട്ടി നിർത്തരുത്. ആദ്യം നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വടിയോ ഒരു പൈപ്പോ എന്തെങ്കിലും കുത്തി കൊടുക്കുക. എന്നതിൻ്റെ ശേഷം അതിൽ കെട്ടി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ചെറിയ കഷ്ണം കയറായിട്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കെട്ടി കൊടുക്കുക. കാറ്റത്തൊന്നും ഇളകാതിരിക്കാനാണ്. കാരണം വേര് പിടിക്കുന്നത് വരെ നമ്മളതിനെ ഇളക്കരുത്. ഏത് ചെറിയ കുട്ടികൾക്കും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കി വെച്ചതാണ്. കഴിഞ്ഞ സീസണിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ച തൈകളാണ്. അപ്പോൾ ഇതേപോലെ തൈകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കാഴ്ച മരത്തിമെന്നെടുത്ത തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ തൈകൾ വളരെ സിമ്പിളായിട്ട് ആർക്കും അവരാരെ തൈമെന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പണ്ട് ആദ്യമൊക്കെ ഇതെന്ന് പറഞ്ഞാൽ വലിയ വിലക്ക് വിറ്റിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക വീടുകളിലും ഇതിലുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു കോസ്റ്റിങ് ചിലവുകളുണ്ടല്ലോ. അത് കട്ട് ചെയ്തൊരു ലേബർ ചാർജ് ഒരാളെ വിളിച്ച് ചെയ്യിക്കുന്ന ചിലവ് എന്തായാലും നമ്മളത് എല്ലാവരും ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ കാശ് കൂടുതൽ വാങ്ങാനുള്ളൊരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കേൾക്കാത്ത രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാൽ അപ്പോൾ ഒരു കച്ചവടം അത്രേ ഉള്ളൂ. പോക്കറ്റിലേക്ക് കാശ് വരിക എന്നുള്ളൊരു ഇതിലാണ്. അല്ലാതെ നിങ്ങളൊരു നല്ലൊരു റെഡ് ഡ്രാഗൺ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഡ്രാഗൺ വാങ്ങി വെക്കുക, ഒരു യെല്ലോ ഡ്രാഗൺ വാങ്ങി വെക്കുക. ഈ 3 കളറിലുള്ള ഏതുവാണെങ്കിലും അതിൽ എൻ്റെ ഒരു ചോയ്സിൽ കൂടുതൽ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് റെഡ് ഡ്രാഗണാണ്. അത് മെക്സിക്കോ ആയാലും അമേരിക്കൻ ബ്യൂട്ടി ആയാലും തായ്ലൻഡ് ആയാലും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഒരേ മധുരം തന്നെ. നമുക്ക് ഞാൻ അതിൻ്റെ ബ്രിക്സ് ഒന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റുകളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അവരുടെ റിവ്യൂ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. സാറ് പേരെന്താ പറഞ്ഞത്? റെജി, ഡോക്ടർ റെജി. നമ്മളെ വിളിക്കാറുണ്ടല്ലോ അല്ലേ? വിളിക്കാറുള്ളതല്ല, അന്ന് ലോഡ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. മനസ്സിലായി. സ്വന്തമായിട്ട് പിക്കപ്പ് സാധനം കൊണ്ടായത്. ഓക്കെ. കാരണം നമ്മളെ കുറേ പേര് കൊണ്ടുപോകണോണ്ടേ ആരാധന കൂടുതലും ഡോക്ടേഴ്സ് തന്നെയാണ്. പൊട്ടിച്ചോളൂ. നമ്മളെ ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ ആണ്. ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ലോകം മുഴുവൻ യൂട്യൂബിൽ കാണുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ആ ടെസ്റ്റ് ചെയ്താൽ കിട്ടും. തിരിച്ചാൽ നമ്മളെ ഈ വർഷത്തെ അത് പൊട്ടിച്ചോളൂ. സാരില്ല, തിരിച്ചാൽ മതി. അത് അങ്ങനെ പോകുന്നുണ്ട്. അതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇനി നിങ്ങളെ കൈയോട്ട് തന്നെ ഒന്ന് മുറിച്ചോളൂ. ഇത് നമ്മുടെ എല്ലാരും തൊടുപുഴക്കാർ, മൂവാറ്റുപുഴക്കാരൻ. ഓക്കെ. ഇത് റെഡാണോ? നോക്കാം നമുക്ക് എന്താ കളർ എന്ന് വരും. ശരിക്കും പഴുത്താണ്. 3-4 ദിവസം കൂടെ ഉണ്ട്. ഇതാണ് ഇതിന്റെ കളർ ഉണ്ടല്ലേ. ഇനി എത്ര മാസം എടുക്കും ബാക്കിയൊക്കെ ആയി വരാൻ? ഇത് വിരിഞ്ഞ് പൂവിട്ട് 28ാമത്തെ ദിവസമാണ് ഇതിന്റെ കണക്ക്. ഇതിങ്ങനെ ഗ്രീനിഷ് ഒന്നിങ്ങനെ കുറഞ്ഞു വരും. അല്ല, ഇപ്പൊ നമ്മൾ മേളിൽ നോക്കിയത് അത് ഫ്ലവർ ചെയ്തിട്ടില്ല. അത് ഫ്ലവറായി വരുന്ന ആ ഫ്ലവർ വിരിയാണ്ടത്. ഡോക്ടർ വിറ്റാമിൻ മൊത്തം അടിക്കാൻ പോവാ. മൾട്ടി വിറ്റാമിൻ. ഇത് സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഡോക്ടർ. അതിന്റെ കണ്ടന്റ് നിന്റെ റിവ്യൂ ഇപ്പൊ പറയണം. സ്പൂൺ വെച്ച് ഒന്ന് എടുക്കണമെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉണ്ടോ? അതിന്റെ വൈറ്റ് ഉണ്ട്. നല്ല കേട്ടോ.
അവസാനം വരുമ്പോഴാണ് ഒരു മധുരച്ചോ അത് ആയിട്ടില്ല, ഒരു 2 ദിവസത്തിന് കൂടെ. ഇതിനേക്കാൾ മധുരം ആവുമോ? അല്ല, നമ്മള് മാങ്ങ കഴിക്കണ മധുരം കിട്ടൂല. ഇത് എവിടെയാ കളയുന്നത്? ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇനി റാസ് ഗാർഡനിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ മോശമാണ്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തു, നീളത്തിൽ. നല്ല സോഫ്റ്റ് ആട്ടോ. ഇനി അതിനെ സെൻറ്റർ വീണ്ടും കട്ട് ചെയ്തു. അതിൻ്റെ ഉള്ളൊന്ന് കോട്ടെ. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതറിയാത്ത ഒരാൾ പറയും ഇത് കുത്തി നിറച്ചതാണ്, ഇഞ്ചക്ഷൻ ചെയ്തതാണ് കളറ്. മഴ പെയ്തുകൊണ്ട് കഴിച്ചു സ്കിൻ ഇങ്ങനെ ഔട്ടാക്കിയാൽ മതി. ഇതിങ്ങനെ പീൽ ചെയ്താൽ മതി. എന്നാ എൻ്റെ കഴിച്ചാണ് കഴിച്ചു പോകും. അങ്ങനെ മധുരം ഉണ്ടോ അതോ മഴകൻ്റെ കുറച്ചുണ്ട്, സ്വീറ്റ് ഉണ്ട്. അപ്പൊ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ തന്നെയാണ് ഒരു വിധം. ഇപ്പൊ എന്താ പറയാ, നിങ്ങള് മധുരമുള്ള വെള്ളം കുടിച്ചില്ലേ, അപ്പം കുറച്ച് മധുരം കുറയൂ. ഇല്ലല്ലോ, കടയിൽ നിന്ന് കിട്ടില്ല. നമ്മളെ മംഗലാപുരത്ത്. നിങ്ങളവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? കൊണ്ടോട്ടി. എയർപോർട്ടിൽ നിന്ന്? ആ ശരി, നിങ്ങള് എയർപോർട്ടിൽ നിന്ന് എടുത്ത് പോന്നാ? ആ ശരി, ഓക്കെ. മംഗലാപുരം. ഈ വർഷത്തെ ലാസ്റ്റ് മാങ്ങയാണ്. ആ ഗോലക് മാംഗോ. എങ്ങനെയുണ്ട് മധുരം? ഭയങ്കര സ്വീറ്റാ. ഈ വർഷത്തെ ലാസ്റ്റ് മാങ്ങ നമ്മളെ മംഗലാപുരത്ത് നിന്ന് പ്ലാന്റ് എടുക്കാൻ വന്ന ഗസ്റ്റാണ്. അപ്പൊ ആ ലാസ്റ്റ് മാങ്ങ അവരെ കൊണ്ടാണ് റിവ്യൂ ചെയ്യുന്നത്. खाने पे लिखा होता है दाने, सॉरी दाने पे दाने के लिखा होता है खाने वाले का नाम. കർണാടക. ഇത് നിങ്ങളെ പേരിൽ എഴുതി വെച്ച മാങ്ങ. ഇതാണ് ചോദിച്ചത്, ഗോലക്ക് വേണമെന്ന് വെച്ചത്. നിങ്ങളും കൂടെ ഒന്ന് റിവ്യൂ ചെയ്താളേ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും മണ്ണാർക്കാട്ടിൽ നിന്ന് ഇതേറ്റം വന്നില്ലേ, അപ്പൊ എന്തെങ്കിലും ഒന്ന് നമ്മളെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചു തന്നു കഴിഞ്ഞാൽ രസം. ഒന്ന് മുറിച്ചു കൊടുക്കുക നേരെ. അങ്ങനെ തന്നെ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ്. മുഹമ്മദ്. ഇതാണ് അതിന്റെ ഉൾഭാഗം, കണ്ടില്ല? മെക്സിക്കൻ റെഡ് എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ടാണ്. മഴ പെയ്തോണ്ട് എങ്ങനെയുണ്ട്? നല്ല മധുരം ഉണ്ടോ? പൊതുവെ മഴ പെയ്താലും ഒന്ന് മധുരം കുറയും. വെള്ളം ഇറങ്ങാന്ന് പറയും നമ്മുടെ നാടൻ ഭാഷ. നല്ല മധുരം ഉണ്ട്. ഓക്കെ, ശരി. ഒരു ഫ്രൂട്ട് ഒരാൾക്ക് കഴിച്ചാൽ അത്യാവശ്യം വിശപ്പൊക്കെ മാറും. ഇന്ന് വന്നവർക്കൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. വേറെ ഇപ്പൊ ഒന്നും കൊടുക്കാനില്ല. മാങ്ങ സീസൺ കഴിഞ്ഞു. ഇനിയിപ്പോ മധുരമുണ്ട്. ഇവര് നിങ്ങളോടെന്ന് പറഞ്ഞ കുന്നംകുളത്ത് നിന്ന് വന്നാണ്. നിങ്ങളെല്ലാവർക്കും പച്ച പൊട്ടിച്ചു കൊടുക്കണ്ടല്ലോ പറഞ്ഞു. ഞാനത് ആയിട്ടില്ലെങ്കിൽ 4 മാസം കഴിയണത്. എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ച് നോക്കും, കാണിച്ചു തരാം. കരിഞ്ഞ് പച്ചയാണ്. ഇനി പച്ച മുറിച്ച് എനിക്ക് പഴുത്തത് മുറിക്കാൻ അധികം സാധനം ഉണ്ടാവില്ല. കാരണം വരുന്നവർ മുഴുവൻ ഇത് സാമ്പിള് മധുരം ഉണ്ടോ എന്ന് ചോദിച്ച് അവർക്കൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയാ, അല്ല തൊലി കളണ്ട, അങ്ങനെ തൊലിയോട് കൂടി മുറിച്ചോ. ഇത് നാരങ്ങല്ല, അത് മുസമ്പിയാണ്. വീട്ടില് മുറിക്കണ പോലെ. പിരിഞ്ഞ് 1.5-2 മാസം ആയിട്ടില്ല. എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തൊക്കെ? മധുരം തുടങ്ങിയിട്ടുണ്ടാ? നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ടാ? നല്ല മധുരമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 4 മാസം കഴിഞ്ഞാൽ അതിന്റെ സൈസ് എന്തായിരിക്കും? ടേസ്റ്റ് കൂടും. ഇപ്പൊ പച്ച കണ്ടില്ല, അതിന്റെ ഏറ്റവും പച്ച അവസ്ഥയാണത്. പക്ഷെ ഞങ്ങക്ക് വേണം കേട്ടോ. സാധനമില്ല, തൈയില്ല, ഒക്കെ വരും. അടുത്ത മാസം ലാസ്റ്റ് വരും.
നമ്മുടെ കാസിം ഭായി ആണ്. എന്താണ് ബനാന മാംഗോ? ബനാന മാംഗോ എനിക്ക് എത്തൂല മൂപ്പരെ കൊണ്ട് പൊട്ടിച്ചാണ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ബനാന പോലെ തന്നെ കണ്ടില്ലേ. പിന്നെ ഒരു കർഷകരെല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരേക്കാരും നിങ്ങൾക്ക് പ്രത്യേകം അറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് വെച്ച അതേപോലെ എന്തെങ്കിലും വെച്ച വല്ലതും കഴിക്കാം. നടുമെങ്കിലും ഉണ്ടാകുന്നതാണ് പഴഞ്ചൊല്ല്. ഒന്നെങ്കിലും വെച്ചോളൂ ഇതേപോലെ ഒരു തയ്യെങ്കിലും. ഇത് നമ്മളെ ഗാർഡൻ. നിങ്ങളെവിടെ നിന്നാണ്? പെരിന്തൽമണ്ണ എന്നല്ലേ? പെരിന്തൽമണ്ണ എന്ന് വന്നാണ് നമ്മളെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ. നിങ്ങൾ വടകരയെന്ന്. ഇപ്പോൾ മഴയാണ്, ഫ്രൂട്ട്സ് ഒന്നുമില്ല. വീട്ടിൽ വരികയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് തരാം, വേറെ ഇപ്പോൾ ഒന്നുമില്ല തരാൻ. അപ്പോൾ നമ്മളെ വടകരയിൽ നിന്ന് വന്ന ഗസ്റ്റാണ് പ്ലാന്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് നമ്മളെ വൈഫ്, ഞാനവിടെ ഇല്ലായിരുന്നു, ഞാൻ ഗാർഡനിലായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. ഇതിനായിട്ട് സ്ഥലം വാങ്ങിക്കുന്നു ഇത് നടത്താനായിട്ട്. പക്ഷെ കൂടുതൽ അപ്പൊ അതിനായിട്ട് കുറച്ച് കൂടുതൽ എടുത്തില്ല. നമ്മളെ ഗാർഡന് കാണാൻ പാലക്കാട് ഇവിടെ നിന്നല്ലേ? ചെർപ്പളശ്ശേരി. മൂപ്പര് നിങ്ങൾ പറഞ്ഞ തൃക്കരിപ്പൂരല്ലേ? ആ, കാസർഗോഡ്. എന്തായാലും എങ്ങനെയുണ്ട്? ഉള്ളത് പറഞ്ഞാ മതി. നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനത്തെ മുറിച്ചുകളി ചെയ്ത് വേറെണ്ടോ? ഇതാണ് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. ഒന്നും കൂടെ ഗോൾഡൻ കളർ ആവണം, അപ്പോഴാണ്. ഇത് ജൈന്റ്, കുറച്ച് വലിയ സൈസ് ചട്ടിയിൽ. സോറി, ഇതൊക്കെ പെയിന്റ് ബക്കറ്റിലാണ് ഞാനിപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിന് മെയിനായിട്ട് വരുന്ന ഒരു ഡിസീസസ് ആണ് ഈ ഫംഗൽ ബാധ. ഫംഗൽ ബാധ വന്ന് ഇതിന്റെ ഈ ചെടിയുടെ, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നിന്നൊക്കെ ഇതിന്റെ ഈ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മൾ ഫംഗിസൈഡ് അടിച്ചു കൊടുത്താൽ അത് റിക്കവർ ആയിട്ട് പോകും. നമ്മൾ ആ പച്ചപ്പില്ല, ഇതിന്റെ ഈ പച്ച കളർ പോയി, ഈ തൊലി പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു ബേജാറും ഒരു ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ആ ഫംഗസ് കണ്ട് മഞ്ഞ കളറായി ചീഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ കത്തിയായിട്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ അങ്ങനെ കാണിക്കാനുള്ള ഒരു ഭാഗം ഇല്ലാത്തതുകൊണ്ടാണ്. അത് ജസ്റ്റ് നമ്മൾ ആ ഫംഗൽ ബാധ വന്ന ഭാഗം ഒന്ന് കത്തിയായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ടോ അവിടെയൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെടി നഷ്ടപ്പെടും നിങ്ങൾ ഒരിക്കലും ഒന്നും വിചാരിക്കണ്ട. അവിടെ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ നടുവിലുള്ള ഇതിൻ്റെ ഒരു ഉറപ്പുള്ളൊരു ഭാഗമുണ്ട്, ആ ഭാഗത്തിന് സേഫാണ്, അവിടെ ഒരു കേടും വരില്ല. അതുണ്ടായാൽ മതി. ഇപ്പോൾ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഫംഗസ് വന്നിട്ട് ഈ ഭാഗത്തൊന്നും ഇതിൻ്റെ ലീഫില്ല, കണ്ടില്ലേ? ഇതിൻ്റെ പച്ചപ്പില്ല. അതുതന്നെ അതൊക്കെ ഫംഗസ് വന്ന് പോയതാണ്. അതിൻ്റെ നടുവിലുള്ള ആ തണ്ട് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന് ചെടിക്കൊന്നൊരു. അപ്പോൾ കോപ്രോക്സി ക്ലോറൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ മൾട്ടി ന്യൂട്രിയൻസ് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ മൾട്ടി ന്യൂട്രിയൻസ് ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. പിന്നെ കോഴിക്കാട്ട വളമാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രിക്സ് ഒന്ന് നോക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം, ഒരു ആവറേജ് എത്ര ഉണ്ട് എന്നുള്ളത്. 515, 480, 400. ഇപ്പൊ ഏകദേശം 450-ന്റെയും 500-600 ഗ്രാമാണ് ഇതിൽ കിട്ടിയത്. പിന്നെ വലുതൊന്നും ഉണ്ടായിരുന്നു, അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, അത് അണ്ണാന് സാപ്പിട്ടതാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബ്രിക്സ് ഒന്ന് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു നമ്മളതായിട്ടൊരു സ്മൂത്തി റെഡിയാക്കുന്നത് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതിൻ്റെ ബ്രിക്സ് നോക്കാൻ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ബ്രിക്സ് ഒന്ന് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്.
15 എത്തിയിട്ടില്ല, ഒരു 14.5-15 നമുക്ക് ആവറേജ് പറയാം. ഒരു 15 ബ്രിക്സ് ആണ് നമുക്കിപ്പോൾ ഇതിൽ കാണുന്നത്. 15ലേക്ക് എത്തിയിട്ടില്ല, കുറച്ചൊരു കുറവുണ്ട്, 14.5 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്മൂത്തി ഒന്ന് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 14.25 അതിൻ്റെ നമ്മൾ ബ്രിക്സ് കണ്ടു. ഇനി നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ഡ്രാഗൺ വെച്ചിട്ട് നമ്മളതായ സ്വന്തം ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഡ്രാഗൺ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് വേണ്ടത്. ഒരു ഹാഫ് ഡ്രാഗൺ, ഒരു 450-500 ഗ്രാമിൻ്റെ ഹാഫ് ഡ്രാഗണാണ് ഇപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. സോറി, ഹാഫല്ല, ഹാഫിൻ്റെ പകുതി, ക്വാർട്ടർ, 4/1 ആണ് ഇപ്പോൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നമ്മളെ നാടൻ തൈരാണ്. നല്ല പുളിയുള്ള തൈര് നോക്കിയിട്ട് നാടൻ തൈര് ഒരു 3 സ്പൂണാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻസിന് അതിൻ്റെ മറുപടിയും കൂടെ പറഞ്ഞു തരണം നിങ്ങൾ കമൻറ്റിൽ. നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ഐസ് ക്യൂബ്, ഒരു 4 കഷ്ണം ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് ഈ ജസ്റ്റ് ഒന്ന് അതിലേക്ക് സെർവ് ചെയ്യാം. എന്താ അതിൻ്റെ കളറല്ലേ, ജസ്റ്റ് ഒന്ന് നല്ല പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. തീർച്ചയായിട്ടും ഡ്രാഗൺ വീട്ടിലുള്ളവരാണെങ്കിലും ഈ ക്യാഷ് കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും ഈ ഡ്രിങ്ക്സ് ഹെൽത്തി ഡ്രിങ്ക്സ് ആണ്. അതൊന്ന് ട്രൈ ചെയ്യണം. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളോട് കേട്ടോ. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും അത് ടെസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഫ്രൂട്ട് ഫ്ലവർ ചെയ്ത് 31ാമത്തെ ദിവസം നമുക്ക് ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന വേറെ ഒരു ഫ്രൂട്ടും ഇല്ല. ഇപ്പോൾ കൊമേഴ്ഷ്യലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഒരു വർഷത്തിൽ ഏപ്രിൽ മുതൽ ആഗസ്റ്റ് വരെ നമുക്കിതിനെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ മറ്റുള്ള ഇവിടെ വന്ന കസ്റ്റമറുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതാണ് നമ്മുടെ മെയിൻ സന്തോഷം. ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുക, മുറിച്ച് കൊടുക്കുക, കഴിക്കുക, അവരുടെ റിവ്യൂ എടുക്കുക എന്നുള്ളതാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. ഒരിക്കലും നിങ്ങൾ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് കൃഷി ചെയ്യാതിരിക്കുന്നത്, അവരുടെ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ ഡ്രമ്മിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും എങ്ങനെയൊക്കെ വേണോ അങ്ങനെയൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുക. ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.